അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രസവിച്ചു വീണാൽ ഉടനെ ചെയ്യേണ്ടത് മുതൽ അവന്റെ മരണം വരെ എന്നല്ല, അവന്റെ ഖബറിൽ എത്തിയാൽ വരെ പോരാ, ഖിയാമത്ത് നാളെത്തുന്നത് വരെ അവനിക്ക് അനിവാര്യമായ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു കാര്യവും പരിശുദ്ധ ദീനുൽ ഇസ്ലാം വിട്ടുപോയിട്ടില്ല. ഇത്രയും സമ്പൂർണമായൊരു മതം വേറെ ഏതാണ്? ഇത്രയും പൂർണ്ണമായൊരു മതം ഏതാണ് നമുക്ക് കാണിക്കാനുള്ളത്? എന്തുകൊണ്ടാണ് ഇത്രയും പരിപൂർണമായ നിലക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ നമ്മൾ കാണാൻ കാരണം? ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ലോകസിട്ടാവായ റബ്ബിന്റെ ദീന്, ആ റബ്ബ് പഠിപ്പിച്ച മതം അത് ഒരേ ഒരു മതമാണ്, അത് ഇസ്ലാം മാത്രമാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകൾ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങൾ അതെല്ലാം പരിശോധിച്ചു നോക്കിയാൽ പരിപൂർണമാണ്, അതിൽ ഒരു വീഴ്ചയും കാണാനില്ല. ഒരു കുട്ടി ജനിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? പരിശുദ്ധ ദീനുൽ ഇസ്ലാം അത് പഠിപ്പിച്ചിട്ടുണ്ട്. കുട്ടി ജനിച്ചാൽ അവന്റെ വലത് ഭാഗത്ത് ചെവിയിൽ ബാങ്ക് വിളിക്കണം, ഇടത് ഭാഗത്ത് ചെവിയിൽ ഇഖാമത്ത് കൊടുക്കണം. എന്താണ് കാരണം? മനുഷ്യൻ പിൽക്കാലത്ത് വളർന്നു വരുമ്പോൾ അവൻ അഹങ്കാരിയായി പോകാൻ സാധ്യതയുണ്ട്. അവൻ ദുനിയാവിലേക്ക് വന്ന് ചില കാര്യങ്ങളൊക്കെ കാണുമ്പോ, IT യുഗത്തിലെ പുരോഗതിയൊക്കെ കാണുമ്പോ ചിലപ്പോൾ അവൻ അല്ലാഹനെ മറന്നുപോകും. അതുകൊണ്ട് തന്നെ ജനിച്ചു വീണ കുട്ടിയുടെ കാതിലേക്ക് ആദ്യം തന്നെ അവനോട് ഓർമ്മപ്പെടുത്തുന്നതാണ് ആദ്യത്തെ വഅള്. ആദ്യമായി ആ കുട്ടിക്ക് കൊടുക്കുന്ന വഅളാണ് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മോനെ, പ്രസവിച്ച ഉമ്മയല്ല വലുത്, അതേ പ്രസവിച്ച ഉമ്മയല്ല വലുത്, നിന്നെ വളർത്താൻ ചെലവിന് തരുന്ന ബാപ്പയല്ല വലുത്. ഇനി നീ ബുദ്ധി കൊണ്ടെന്തെങ്കിലും പഠിച്ചോ, അല്ലാഹു തന്ന അതേ കഴിവ് ഉപയോഗിച്ച് നീ എന്തെങ്കിലും നേടിയെടുത്താലും നീ അല്ലാഹുവിനേക്കാൾ വലുതാകാൻ പോകുന്നില്ല. അല്ലാഹു അക്ബർ, അവനാണ് ഏറ്റവും വലിയവൻ. ആദ്യം തന്നെ ഒരു മുഅ്മിനായ മനുഷ്യന്റെ കാതിലേക്ക് കൊടുക്കുന്ന വേള, അല്ലാഹുവിനേക്കാളും വലിയ വേറൊരാളില്ല. ഇത് ഉറച്ചു വിശ്വസിച്ചോളും. ആദ്യമായി കുട്ടിയുടെ വലത് ചെവിയിൽ കൊടുക്കുന്ന ഉപദേശം ഇതാണ്. രണ്ടാമതായി അവന്റെ ഇടത് ചെവിയിലും കൊടുക്കുകയാണ്. അത് ഇതിലെ കേട്ടിട്ട് ഇതിലെ വിട്ടുകളയാൻ പറ്റൂല. അങ്ങനെയുണ്ടല്ലോ ചില കാര്യങ്ങൾ. അങ്ങനെ കേട്ടിട്ട് ഒരു ചെവിയിൽ കേൾക്കുകയും ഒരു ചെവിയിൽ ഒഴിവാക്കേണ്ടതുമായ ചില കാര്യങ്ങളുണ്ട്. അതെന്താണ്? നമ്മള് അയൽവീങ്ങളെ ഒരു കൂട്ടം ആളുകൾ ചീത്ത വിളിക്കുന്നു, വെറുതെ അയൽവീങ്ങളെ നിസ്സാരപ്പെടുത്തുന്നു, താജുല്ലുലമനെ നിസ്സാരപ്പെടുത്തുന്നു. അല്ലാഹു അവിടുത്തെ ദർജന ഉയർത്തി കൊടുക്കട്ടെ. അതുപോലെ നമ്മളെ ഉലമാക്കളെ നിസ്സാരപ്പെടുത്തുന്നു. അവരെ വിവരക്കുറവാണ്. നമ്മൾ ഈ ചെവിയിൽ കേൾക്കണം, മറ്റേ കാതിൽ ഒഴിവാക്കണം. അല്ലാതെ നമ്മൾ അതിന്റെ പേരിൽ വേറെ ഏതെങ്കിലും അയൽവീങ്ങളെ തിരിച്ചു ചീത്ത വിളിക്കലല്ല, അവരെ ആദരിക്കുന്ന അയൽവീങ്ങളെ പോയി തെറി വിളിക്കലല്ല, അവര് ബഹുമാനിക്കുന്ന അയൽവീങ്ങളെ തെറി വിളിക്കലല്ല. അത് ബുദ്ധിയല്ല. മറിച്ച് ഈ ചെവിയിൽ കേൾക്കുകയും ഈ ചെവിയിൽ അത് ഒഴിവാക്കുകയും വേണം. അതേ സ്ഥാനത്ത് ഇത് അങ്ങനെയല്ല. ഇത് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട കാര്യമാണ്. അല്ലാഹു അക്ബർ, അല്ലാഹുവിനേക്കാൾ വലിയവനില്ല, അവനെ മറികടക്കാൻ കഴിയുന്നവരില്ല. അവൻ തന്നതേ നമ്മുടെ കയ്യിലുള്ളൂ, അവൻ തരുന്നതേ നമുക്ക് കിട്ടാനുള്ളൂ. അവൻ തടയുന്നത് വാങ്ങാൻ നമുക്ക് കഴിയൂല, അവൻ തടയുന്നത് പിടിച്ചെടുക്കാനുള്ള കഴിവ് നമുക്കില്ല. ഇത് ഉറച്ചു വിശ്വസിക്കൽ ഒരു ഈമാനുള്ള മുഅ്മിനിന്റെ ബാധ്യതയാണ്. ആദ്യമായി കുട്ടിക്ക് കൊടുക്കുന്ന ഉപദേശമാണ്. എപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പഠിപ്പിച്ചതിന്റെ അപ്പുറം പിന്നെ നമ്മൾ ചിലതൊന്നും ആലോചിക്കാൻ പാടില്ല. എന്തിനാണ് ലോറ് നിസ്കാരം ഉച്ച സമയത്താക്കിയത്? ഒരു സുബഹിക്കാക്കിക്കൂടായിരുന്നു. എന്തിനാ സുബഹിന്റെ സമയത്ത് 2 റക്അത്താക്കിയത്? ആ സമയത്ത് 4 റക്അത്താക്കിക്കൂടായിരുന്നു. മഗ്രിബിന്റെ സമയം വളരെ തിരക്കുള്ള സമയമല്ലേ, ആ സമയത്താക്കിക്കൂടായിരുന്നു 2 റക്അത്ത്? അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ ഇബാദത്തിന് ചെയ്യുന്ന വിഷയത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ അടിമകളാണെന്ന നിലക്കവൻ കൽപ്പിച്ചതുപോലെ ചെയ്യണം.
അതല്ലേ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ കാതിലേക്ക് അടിച്ചേൽപ്പിച്ചത്. അതേ ചെറുപ്പത്തിൽ തന്നെ ജനിച്ചു വീണ ഉടനെ തന്നെ നമ്മളോട് പഠിപ്പിച്ചു തന്ന അല്ലാഹു അക്ബർ, അള്ളയാണ് വലിയവൻ. പിന്നെ അവനോട് പറയുന്ന വാക്കെന്താണ്? അല്ലാഹുവിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് വിശ്വസിച്ചോളണം, അല്ലാഹ് ഏകനാണെന്ന് വിശ്വസിച്ചോളണം. പിന്നെ അവനോട് പറയുന്നൊരു കാര്യമാണ് ഹയ്യ അലസ് സ്വലാഹ്. പ്രായപൂർത്തിയായിട്ടില്ല, ചിന്തിക്കാനുള്ള വയസ്സെത്തിയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. പക്ഷേ ജനിച്ച കുട്ടിയുടെ മുന്നിൽ ആദ്യം തന്നെ അവനോട് പറയുന്നു നിസ്കാരത്തിന്റെ കാര്യം അത് മുറുകെ പിടിച്ചോളണം, വളരെ ഗൗരവത്തിലെടുക്കണം. ആദ്യമായി പറഞ്ഞത് അല്ലാഹുവിനെ കുറിച്ചാണ്, പിന്നെയും പറഞ്ഞത് അവന്റെ ഏകത്വത്തെക്കുറിച്ചാണ്, പിന്നെ പറഞ്ഞത് അവന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചാണ്. പിന്നെ അവനോട് പറയുന്നത് ഹയ്യ അലസ് സ്വലാഹ്, നിസ്കാരത്തിന്റെ കാര്യം. ഹയ്യ അലൽ ഫലാഹ്, ആ നിസ്കാരം വിജയത്തിന്റെ ഏറ്റവും വലിയ നെടും തൂണാണ്. അതുകൊണ്ട് നിസ്കാരം ഖളാക്കരുത്, ആദ്യത്തെ വേല. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായ ചെറുപ്പക്കാരായ സുഹൃത്തുക്കളോട് പറയുന്നു, എന്തു തന്നെ നഷ്ടം വന്നാലും നമ്മുടെ ജീവിതത്തിൽ ഒരൊറ്റ നേരത്തെ നിസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിലക്ക് അവന് തഖ്വ ചെയ്ത് നിസ്കരിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഒരൊറ്റ നേരത്തെ നിസ്കാരം നമ്മൾ ഖളാക്കി പോകരുത്. ആദ്യമായി ജനിച്ച വീണ ഉടനെ തന്നെ അതിന്റെ ഗൗരവം നമ്മളെ പഠിപ്പിച്ചു തന്നു കഴിഞ്ഞിരിക്കുന്നു. ജനിച്ചു വീണ ഉടനെ തന്നെ അതിന്റെ ഗൗരവം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞ് നബിതങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് പിന്നെ നമ്മളോട് പറഞ്ഞത് ഹയ്യ അലസ് സ്വലാഹ്, അത് നിസ്കാരത്തിന്റെ കാര്യമാണ്. ആ നിസ്കാരം നമ്മൾ കൈയൊഴിച്ചു പോകരുത്. പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ മക്കളെ സുബഹിന്റെ സമയത്ത് എഴുന്നേൽപ്പിച്ച് നിസ്കരിപ്പിക്കാനുള്ളൊരു സന്മനസ് നമുക്കുണ്ടാകണം. മക്കളെ സുബഹിന്റെ സമയത്ത് അവസാനം ഖളാകുമ്പോ അടുത്തു വരുമ്പോ വിളിച്ചാൽ മതി എന്ന ചിന്ത ഒഴിവാക്കണം. മക്കളെ നേരത്തെ തന്നെ കിടത്തിയിട്ട് സുബഹിന്റെ മുമ്പ് തന്നെ എഴുന്നേൽപ്പിച്ച് പഠിപ്പിക്കാൻ കഴിയുമെങ്കിൽ സുബഹിന്റെ മുമ്പ് തന്നെ എഴുന്നേൽപ്പിച്ച് തഹജ്ജുദ് നിസ്കരിപ്പിച്ച് അതേ സുബഹി നിസ്കാരം പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന വിധത്തിൽ നമ്മളെ മക്കളെ നമ്മൾ വളർത്തിയെടുക്കണം. അല്ലാതെ മക്കളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ ചില ആളുകൾ മനസ്സിലാക്കിയത് മോനോടുള്ള ഏറ്റവും വലിയ സ്നേഹം മോനിക്ക് ഏറ്റവും നല്ല മൊബൈൽ വാങ്ങിച്ചു കൊടുക്കല. മകളോടുള്ള ഏറ്റവും വലിയ സ്നേഹം വാട്സപ്പും ഫേസ്ബുക്കും ട്വിറ്ററൊക്കെ ഉള്ള എല്ലാ സൗകര്യമുള്ള മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കലാണ് മകളോടുള്ള ഏറ്റവും വലിയ സ്നേഹം. ഭാര്യനോടുള്ള ഏറ്റവും വലിയ സ്നേഹം അതാണ് എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിച്ചു പോയോ എന്ന് നമ്മൾ സംശയിക്കേണ്ട ഒരു കാലഘട്ടമാണ്. എന്താ കാരണം? മൊബൈൽ ഫോണിന്റെ വിഷയത്തിൽ പലരും പിറകിലല്ല. എല്ലാരുടെ കയ്യിലും നല്ല മൊബൈലുണ്ട്, വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല, പറഞ്ഞിട്ട് കാര്യം ഉണ്ടാകൂല. പക്ഷേ ആ ദുന്യവിയായ വിഷയങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ ഒരടിയെങ്കിലും ആഖിറത്തിന് പ്രാധാന്യം കൊടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ മക്കളെ സുന്നത്ത് നിസ്കാരങ്ങൾ ചെറുപ്പത്തിലെ എടുത്ത് പഠിപ്പിക്കാൻ നമുക്ക് കഴിയണം. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി, വളരെ വിശാലമായി, വളരെ ഗൗരവത്തോടെ പഠിപ്പിച്ചൊരു കാര്യമാണ് അമാനത്ത് എന്ന് പറയുന്നത്. ആ അമാനത്ത് നമ്മുടെ മക്കളോട് നമുക്ക് അമാനത്തുണ്ട്. നമ്മുടെ മക്കളോട് നമുക്ക് അമാനത്തുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഇന്നാ അറദ്നൽ അമാനത അലസ് സമാവാതി വൽ അർദ് വൽ ജിബാൽ فأبين أن يحملنها واشفقن منها وحملها الإنسان إنه كان ظلوما جهولا. പരിശുദ്ധ ഖുർആൻ അമാനത്തിന്റെ വിഷയം എത്ര ഗൗരവത്തിലാണ് എടുത്തത്. അമാനത്ത് എന്ന പദം നമ്മൾ പരിശോധിച്ചാൽ ഖുർആനിൽ 21 സ്ഥലങ്ങളിൽ അമാനത്ത് എന്ന ലഫ്ദ് പ്രയോഗിച്ചത് കാണാൻ കഴിയും. അമാനത്തിന്റെ മലയാളം നമുക്കൊക്കെ അറിയായിരിക്കും. മോനെന്താ ഒരു അമാനത്തില്ലാത്ത കളി കളിക്കുന്നെന്ന് പറയലുണ്ടാവും നിങ്ങളൊക്കെ. അമാനത്ത് എന്നത് മലയാളത്തിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ ഉപയോഗിച്ച് പരിചയമുള്ളൊരു പദമാണ്. വിശ്വാസം,
ഒരു കാര്യം നമ്മളെ കയ്യിൽ ഏൽപ്പിച്ചാൽ അത് വിശ്വസിച്ചേൽപ്പിച്ച ആളെ കയ്യിലേക്ക് തിരിച്ചേൽപ്പിക്കുക എന്നത് വലിയ ഉത്തരവാദിത്തമാണ്. ഇരുപത്തിയൊന്ന് സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആനിൽ അമാനത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ 16ഓളം സ്ഥലങ്ങൾ മക്കിയായ ആയത്തുകളാണ്. മക്കിയായ ആയത്ത് എന്ന് പറഞ്ഞാൽ ഹിജ്റക്ക് മുമ്പ് ഇറങ്ങിയ ആയത്തുകൾ. മദീനയിലേക്ക് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മുഹാജിരീകളായ സഹാബത്തും ഹിജ്റ പോകുന്നതിന്റെ മുമ്പ് ഇറങ്ങിയ ആയത്തിനാണ് മക്കിയായ ആയത്ത് എന്ന് പറയുന്നത്, മക്കിയായ സൂറത്തുകൾ എന്ന് പറയുന്നത്. അതിൽ 16 മക്കിയാണ്, 5 ഹിജ്റക്ക് ശേഷം ഇറങ്ങിയ മദനിയായ ആയത്തുകളാണ്. ഈ ആയത്തുകൾ പരിശോധിച്ചുകൊണ്ട് മഹാന്മാരായ മുൻഗാമികളായ മുഫസ്സിരീങ്ങൾ പറഞ്ഞു, 16 ഏകദേശവും വന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട മലക്കുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പേര് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ആ പദം ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെയോ ചില അംബിയാ മുർസലീങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത്തരം ചില ആളുകളെ കുറിച്ചും വിശേഷണങ്ങളായി ഉപയോഗിച്ചിട്ടാണ് മക്കിയായ ആയത്തുകളിൽ അമാനത്ത് എന്ന പ്രയോഗം ലഫ്ള് ഉപയോഗപ്പെടുത്തിയതായി കാണുന്നത്. പക്ഷേ മദനിയായ ആയത്തിൽ 5 ആയത്ത് മാത്രമേ മദനിയായിട്ട് ഇറങ്ങിയിട്ടുള്ളൂ. അതിൽ ഭൂരിഭാഗവും ശർഇന്റെ നിയമങ്ങളെക്കുറിച്ച്, നിയമങ്ങൾ പഠിപ്പിക്കുന്ന വിഷയത്തെക്കുറിച്ച് വന്ന ആയത്തുകളാണ് ഈ 5 ആയത്തുകൾ. എന്നിട്ട് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറഞ്ഞു, ഈ 16 ആയത്തുകൾ പരിശോധിച്ചാൽ അതിൽ വെറും 3 സ്ഥലത്ത് മാത്രമേ ജലാലത്തിന്റെ ഇസ്മായ അല്ലാഹ് എന്ന ഇസ്മ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. പക്ഷേ മദനിയായ വെറും 5 ആയത്തിൽ തന്നെ അല്ലാഹ് എന്ന നാമം 9ഓളം സ്ഥലങ്ങളിൽ വെറും 3 ആയത്തുകളിലായി ആവർത്തിച്ചു വന്നിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ട് മഹാന്മാരായ തഫ്സീറിന്റെ പണ്ഡിതന്മാർ മുഫസ്സിരീകൾ പറഞ്ഞു, ഇത്രയും പ്രാവശ്യം അല്ലാഹ് എന്ന് ആവർത്തിച്ചതിന്റെ കാരണം അതിന്റെ ഗൗരവത്തെക്കുറിച്ച് അറിയിക്കാനാണ്. ഒരു ഈമാനുള്ള മുഅ്മിനിന്റെ ജീവിതത്തിൽ അമാനത്തിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അറിയിക്കാനാണ്. അതല്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു. എന്താ പറഞ്ഞത്? ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു. അമാനത്തില്ലാത്തവന് ഈമാൻ തന്നെയില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളൊക്കെ ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഒരു കാര്യം വിശ്വസിച്ച് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, ആ കാര്യം വിശ്വസിച്ച് ഏറ്റെടുത്താൽ, വിശ്വാസത്തിൽ ഏറ്റെടുത്ത കാര്യം അത് പരിപൂർണമാക്കി വീട്ടുക എന്നത് ഈമാനിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു എന്ന് പറയാനുള്ള കാരണം. അമാനത്ത് എന്ന് പറയുന്നത് വലിയ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ജീവിതത്തിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുകയും ജീവിതത്തിൽ വളരെ ഏറെ നമ്മുടെ ജീവിതത്തിൽ കൈകാര്യം ചെയ്യുമ്പോൾ ആലോചിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. എല്ലാവർക്കും ഉണ്ട് ഓരോരുത്തരുടേതായ ഉത്തരവാദിത്വം. പണ്ഡിതന്മാർ അവർക്ക് അവരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. മുതഅല്ലിമീങ്ങൾ അവർക്ക് അവരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുപോലെ സാധാരണക്കാരായ നമ്മളെപ്പോലെയുള്ള ആളുകൾ നമുക്ക് നമ്മുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. അങ്ങനെ ഓരോരുത്തരെയും പരിശോധിച്ചാൽ ഭരണാധികാരികൾ അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. അതല്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഫൽ ഇമാമു റാഇൻ വൽ മസ്ഊലു അൻ റഇയതിഹി.
ഭരണം ഏറ്റെടുക്കുക എന്നത് ചിലപ്പോൾ ജനങ്ങൾക്കിടയിൽ വലിയ അംഗീകാരമായിരിക്കാം, വലിയ ബഹുമാനമായി നിനക്ക് തോന്നിയേക്കാം. പക്ഷേ ആ ഭരണം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഭരണത്തിന്റെ കീഴിലുള്ള ആളുകൾക്ക് നീതി കൊടുക്കുക എന്നത് ഭരണാധികാരികളുടെ കടപ്പാടാണ്. നമ്മുടെ കീഴിൽ ജീവിക്കുന്ന ആളുകൾക്ക് അവർ വിശ്വസിച്ച് നമ്മളിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഭരണം അള്ളാഹു തൃപ്തിപ്പെടുന്ന രൂപത്തിൽ അത് ഏറ്റെടുക്കൽ ഭരണം നടത്തുന്ന ആളുകൾക്ക് അതേ അവർക്ക് ബാധ്യതയാണ്. അതിനെക്കുറിച്ച് ഖിയാമത്ത് നാളിൽ അള്ളാഹു തആല ചോദിക്കുമെന്ന് അശ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമുക്ക് തോന്നും നമുക്ക് ഭരണമില്ലല്ലോ, നമ്മളാരും ഭരണാധികാരികളല്ലല്ലോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വറജുലു റാഇൻ ഫീ അഹ്ലിഹി വൽ മസ്ഊലു അൻ റഇയതിഹി. നിന്റെ കയ്യിലും ഒരു ഭരണം റബ്ബേൽപ്പിച്ചു തന്നിട്ടുണ്ട്. അതേതാണ്? അത് നിന്റെ വീട്ടിന്റെ ഭരണമാണ്. നിന്റെ മകള് തലമറക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ നിന്റെ മകൾ അതേ ശരീരത്തിന്റെ ബോഡി ഷെയ്പ്പെടുത്ത് കാണിക്കുന്ന വസ്ത്രം ധരിച്ച് അന്യപുരുഷന്മാരുടെ കണ്ണ് തെറ്റിക്കുന്ന രൂപത്തിൽ പുറത്തേക്കിറങ്ങിയിട്ട് അതേ ഹറാമിന് വകയുണ്ടാക്കിയാൽ നിന്റെ ഉത്തരവാദിത്തമാണ് അവരെ ഇസ്ലാമിക രൂപത്തിലുള്ള വസ്ത്രവിധാരണം നടത്തുക എന്നത്. അതിനെക്കുറിച്ച് നിന്നോട് റബ്ബ് ചോദ്യം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. നമ്മൾ ആലോചിക്കണം, നമ്മുടെ ഭാര്യമാരെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും, മക്കളുടെ ജീവിതത്തിന്റെ പോരായ്മകളെക്കുറിച്ച് നമ്മളോട് ചോദ്യം ചെയ്യപ്പെടും. സംശയം വേണ്ട. അതേ അവന്റെ വീട്ടുകാരോട് ചെയ്യേണ്ട കടപ്പാടുകളും അവന്റെ വീട്ടുകാർക്ക് അവരുടെ ജീവിതത്തിലുള്ള ധാർമ്മികമായ ബോധത്തിലും എല്ലാം നമ്മുടെ ജീവിതത്തിൽ പങ്കുവഹിക്കണമെന്നാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. മംഗലാപുരം ഭാഗത്തൊന്നും അത്തരം സ്ത്രീകൾ ഉണ്ടാകൂല. തലമറച്ച് പുറത്തേക്ക് ഇറങ്ങണം എന്ന് ചിന്തിക്കുന്ന പെൺകുട്ടികളോട് അവരെ തലയിലെ മുടിയെടുത്ത് പുറത്തേക്ക് ഇട്ടുകൊടുക്കുന്ന ചില ഉമ്മമാരുണ്ട്. അത്തരം ഉമ്മമാരൊന്നും ഈ ഭാഗത്ത് ഉണ്ടാകൂല എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ആലോചിച്ചു നോക്കൂ. ഹറാമില്ലാതെ അള്ളാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിച്ച് ജീവിക്കണം എന്ന് ജീവിക്കുന്ന പെൺകുട്ടികളെ തെറ്റിലേക്ക് തന്നെ നയിച്ചു കൊണ്ടുപോകുന്ന സ്വന്തം ഉമ്മമാർ. അള്ളാഹു നമ്മളെ ഉമ്മമാരെ അത്തരം ഉമ്മമാരാക്കി മാറ്റാതിരിക്കട്ടെ. നിങ്ങൾ ആലോചിച്ചു നോക്ക്. അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുമെന്നല്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. വീണ്ടും അവിടുന്ന് പറയുന്നു, വൽ മർഅതു ഫീ ബൈതി സൗജിഹാ. ഭർത്താവിന്റെ വീട്ടിൽ അതേ ഭർത്താവിന്റെ കീഴിൽ ജീവിക്കുന്ന ഭാര്യ, ആ ഭാര്യയോട് അവളെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നതാണ്. അതേ ഭർത്താവ് വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്നയാളാണ്, അല്ലെങ്കിൽ രാവിലെ വീട്ടിൽ നിന്ന് സബഹിന്റെ സമയത്ത് എഴുന്നേറ്റ് ജോലിക്ക് വേണ്ടി ഇറങ്ങിപ്പോകുന്നയാളാണ്. തിരിച്ചു വരുന്നത് രാത്രിയിലാണ്. മക്കളെ നോക്കാൻ പലപ്പോഴും സമയം കിട്ടാറില്ല. ഉമ്മമാരേ, നിങ്ങളോടതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മുടെ മക്കളെ നമ്മളാണ് വളർത്തിയെടുക്കേണ്ടത്. നമ്മുടെ മക്കളെ നമ്മളാണ് വളർത്തിയെടുക്കേണ്ടത്. ജീവിതത്തിന്റെ പോരായ്മകൾ നോക്കിക്കണ്ടെത്തിയിട്ട് ആ മക്കൾക്ക് തിരുത്തെഴുതി കൊടുത്ത് മക്കളെ നല്ല നിലക്ക് വളർത്തിയെടുക്കല് ഉമ്മമാരെ നമുക്ക് ബാധ്യതയാണ്. അത് ആ നിലക്ക് വളർത്തിയില്ലെങ്കിൽ അതിനെക്കുറിച്ച് അള്ളാന്റെ അടുക്കൽ ചോദ്യമുണ്ടെന്നാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. വൽ ഖാദിമു, അതേ ഖിദ്മത്ത് ചെയ്യുന്ന ആളുകള് അല്ലെങ്കിൽ അടിമകളായ ആളുകള് ഫീമാലി സയ്യിദിഹി, അവന്റെ മുതലാളിയുടെ സമ്പത്തിൽ, അവന്റെ മുതലാളിയുടെ സമ്പത്തിൽ തൊഴിലാളിയെ ചോദ്യം ചെയ്യുന്നതാണ്. തൊഴിലാളിയെ വഞ്ചിച്ച് പണമുണ്ടാക്കുന്നത്, മുതലാളിമാരെ വഞ്ചിച്ച് പണമുണ്ടാക്കുന്ന തൊഴിലാളികളുണ്ടെങ്കിൽ, മുതലാളിമാരുടെ പണം പോക്കറ്റടിക്കുന്നവരുണ്ടെങ്കിൽ, മുതലാളി കാണാത്ത നിലക്ക് പണം കഥയെ കട്ടെടുക്കുന്നവരുണ്ടെങ്കിൽ, അല്ലാഹുവിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് നമ്മൾ മറന്നുപോകരുത്. മുതലാളിയുടെ പണത്തെക്കുറിച്ച് തൊഴിലാളികളായ അടിമയോട് ഉടമയുടെ പണത്തെക്കുറിച്ച്
ചോദ്യം ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവ എല്ലാവർക്കും അവരുടേതായ ഉത്തരവാദിത്വങ്ങളുണ്ട്. ഭരണാധികാരികൾക്ക് ഉത്തരവാദിത്വമുണ്ട്. വീട്ടിന്റെ ഭരണം നടത്തുന്ന പുരുഷന്മാർക്കുണ്ട്. ആ ഭരണത്തിന് എല്ലാ നിലക്കും പിന്തുണ പ്രഖ്യാപിക്കുകയും അവരോടൊപ്പം സന്തോഷത്തിൽ സ്നേഹപൂർവ്വം ജീവിക്കുകയും ചെയ്യുന്ന ഭാര്യമാർക്ക് വീട്ടിന്റെ ഭരണത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ആ ഒരു ബോധത്തോടുകൂടിയായിരിക്കണം നമ്മുടെ ജീവിതം. പരിശുദ്ധ ഖുർആൻ അമാനത്തിന് നൽകിയ പ്രാധാന്യം എത്രയാണ് നിങ്ങൾ ആലോചിച്ചു നോക്ക്. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു, ഇന്നാ റളിനൽ അമാനത അലസ് സമാവാതി വൽ അർള് വൽ ജിബാൽ. പർവ്വതങ്ങളെ നേരെ, ആകാശഭൂമിക്ക് നേരെ അതേ നമ്മൾ അമാനത്തിന് കൊടുത്തപ്പോൾ വശ്ഫഖന മിൻഹാ വഹമലഹൽ ഇൻസാൻ ഇന്നഹു കാന ളലൂമൻ ജഹൂലാ. ആ മനുഷ്യനോട്, പർവ്വതങ്ങളോടും അതുപോലെ ആകാശഭൂമിയോടും ഏറ്റെടുക്കാൻ പറഞ്ഞപ്പോൾ ഫഅബൈന അൻ യഹ്മിൽനഹാ, അവരത് ഏറ്റെടുത്തില്ല. മഹാന്മാരായ മുഫ്തി ഈ അമാനത്ത് ഏറ്റെടുക്കാൻ വേണ്ടി, തക്ലീഫ് ഏറ്റെടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഫഅബൈന അൻ യഹ്മിൽനഹാ, അവരത് ഏറ്റെടുക്കാൻ തുനിഞ്ഞില്ല, ധൈര്യം കിട്ടിയില്ല. واشفقن منها وحملها الإنسان إنه كان ظلوما جهولا. ആ സമയത്ത് അമാനത്തിനെ ഏറ്റെടുത്തവൻ മനുഷ്യനാണ്. ഇവിടുത്തെ അമാനത്തിന്റെ അർത്ഥം ചില മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, ഫർളായ കാര്യങ്ങളാണ്. ജീവിതത്തിൽ ഒരു മനുഷ്യന് കൽപ്പിക്കപ്പെട്ട ഫർളായ കാര്യങ്ങൾ മുഴുവനും ആ അമാനത്തിൽ പെട്ടുകഴിഞ്ഞു. ഇടയ്ക്ക് ഞാൻ പറയാം, സിറാജുൽ ഹുദയുടെ കലണ്ടർ നിങ്ങൾക്കൊക്കെ കിട്ടും, നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാകും. എന്നാലും നിങ്ങൾ കൊണ്ടുവന്ന സ്ഥിതിക്ക് കിട്ടാത്തവരുണ്ടെങ്കിൽ എല്ലാവരും വാങ്ങണം. അല്ലാഹു തആലക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറയുമ്പോഴേക്ക് കലണ്ടറിന്റെ അവസ്ഥ ഓർക്കണ്ട. ആമീൻ വെറുതെ പറയുന്നതിന് കുഴപ്പമില്ല, ആവശ്യമുള്ളവർ കിട്ടുമല്ലോ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അമാനത്തിനെ ഏൽപ്പിച്ചപ്പോൾ അത് ഏറ്റെടുക്കാൻ പർവ്വതങ്ങളും ആകാശഭൂമിയും വിലങ്ങി. പക്ഷേ ഹമലഹൽ ഇൻസാൻ, മനുഷ്യൻ അത് ഏറ്റെടുത്തു. ഈ അമാനത്തിനെ കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, ഈ അമാനത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫർളായ കാര്യങ്ങളാണ്. ചില പണ്ഡിതന്മാര് പറഞ്ഞു അല്ല, തക്ലീഫ്. തക്ലീഫ് എന്ന് പറഞ്ഞാൽ കൽപ്പനകൾ, ജീവിതത്തിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങളും ജീവിതത്തിൽ കൈവയ്ക്കേണ്ടതുമായ കാര്യങ്ങൾ, ആ കൽപ്പനകളാണ്. ചില മഹാന്മാര് പറഞ്ഞു അതല്ല, ബുദ്ധിയെയാണ് മനുഷ്യന് കൊടുത്തത്. അത് പർവ്വതങ്ങൾക്കും അതുപോലെ ആകാശഭൂമിക്കും കൊടുത്തപ്പോൾ അവരത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ഏതുപോലെ ഇബ്ലീസിനോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇബ്ലീസ് വിലങ്ങിയതുപോലെയല്ല. ഇബ്ലീസിനോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ ഇബ്ലീസ് അതിന് കൂട്ടാക്കിയില്ല, അവന്റെ കിബർ അതിന് സമ്മതിച്ചില്ല. അതുപോലെ ധിക്കാരം കൊണ്ടല്ല, മറിച്ച് അവർ അല്ലാഹുവിന്റെ മുമ്പിൽ താഴ്മ കാണിച്ചു, റബ്ബേ നീ ഞങ്ങൾക്ക് ബുദ്ധി തന്നു, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് നീ ഏൽപ്പിച്ചൊരു കാര്യം ഞങ്ങൾക്കത് പൂർത്തിയാക്കി വീട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്ക് നിന്റെ ശിക്ഷ ഏറ്റെടുക്കാൻ കഴിയില്ല റബ്ബേ. നിന്റെ ശിക്ഷ താങ്ങാനുള്ള കഴിവ് ഞങ്ങൾക്കില്ല. ആ നിലക്ക് പർവ്വതങ്ങളും അതുപോലെ ആകാശഭൂമിയും റബ്ബിനോട് താടുകൾ, റബ്ബേ ഞങ്ങൾക്കതിന് കഴിവില്ലെന്ന് പറഞ്ഞവർ ഒഴിഞ്ഞു മാറിയപ്പോൾ റബ്ബവർക്ക് നല്ല നിലക്ക് വിട്ടുവീഴ്ച കൊടുത്തു. പക്ഷേ വഹമലഹൽ ഇൻസാൻ, മനുഷ്യനത് ഏറ്റെടുത്തു പോയി. ഇന്നഹു കാന ളലൂമൻ ജഹൂലാ. എപ്പോഴാണ് മനുഷ്യൻ ഇത് ഏറ്റെടുത്തത്? മനുഷ്യൻ എപ്പോഴാണ് ഇത് ഏറ്റെടുത്തത്? അതേ പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മളോട് പറയുകയാണ്. മനുഷ്യനോട് ചോദിച്ചപ്പോൾ, ആലമുൽ അർവാഹിൽ വെച്ച് റബ്ബ് ചോദിച്ചപ്പോൾ, നബി അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളെ റബ്ബല്ലയോ? അതേ ഖാലൂ ബലാ, അവരാ
സമയത്ത് റബ്ബിന്റെ മുന്നിൽ അത് സമ്മതിച്ചുപോയി. ആ നിലക്ക് ആലമുൽ അർവാഹിൽ വെച്ച് റബ്ബിന്റെ തീരുമാനം ഏറ്റെടുത്ത് വാങ്ങിയ മനുഷ്യൻ, ആ മനുഷ്യനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഫഹമലഹൽ ഇൻസാൻ ഇന്നഹു കാന ളലൂമൻ ജഹൂലാ. ഇത് ഏറ്റെടുത്തിട്ട് ജീവിതത്തിൽ ചെയ്യാതെ പോയാൽ ഈ അമാനത്ത് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ഏറ്റുവാങ്ങി, ആ ഏറ്റുവാങ്ങിയ അമാനത്ത് ജീവിതത്തിൽ അവൻ ചെയ്യുന്നില്ലെങ്കിൽ അവനെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നു, ളലൂമൻ ജഹൂലാ. അവനാണ് ഏറ്റവും വിവരമില്ലാത്തവൻ. ഏറ്റവും വിവരമില്ലാത്തവൻ അവനാ. എന്താണ് കാരണം? അവൻ ഏറ്റെടുത്ത കാര്യം അവൻ ജീവിതത്തിൽ ചെയ്തില്ല എന്നത് തന്നെയാണ് അവന്റെ ജീവിതത്തിന്റെ പരാജയത്തിന്റെ ഏറ്റവും വലിയ കാര്യം. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നു, അവൻ വിവരമില്ലാത്തവനായിപ്പോയി. വിവരമില്ലാത്തവനായിപ്പോയി. അവർക്ക് ബുദ്ധി കൊടുത്തു നമ്മൾ, അവർക്ക് ചിന്തിക്കാനുള്ള അവസരം കൊടുത്തു, ആലോചിക്കാനുള്ള അവസരം കൊടുത്തു. എന്നിട്ടോ അതുകൊണ്ടും തീർന്നില്ല. എത്ര ഉസ്താദുമാരാ വയല് പറയുന്നത്, ആ വയല് കൊണ്ട് മാത്രം തീർന്നോയില്ല. 5 നേരം കൃത്യമായി വയല് പറയുന്നില്ലേ നമ്മുടെ പള്ളികളിൽ? 5 നേരം കൃത്യമായി വയല് പറയുന്ന മുഅ്മിനീങ്ങളോട് അതേ അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അള്ളയാണ് മോനെ വലിയവൻ, അവനേക്കാൾ വലിയവനില്ല, അവനെ മറികടക്കാൻ കഴിയുന്ന സൃഷ്ടിയില്ല. നിന്റെ ദുന്യവിയായ ശാസ്ത്രീയ പുരോഗതിയോ അല്ലെങ്കിൽ ദുന്യാവിൽ നീ കാണുന്ന ഏതെങ്കിലും പുരോഗതിയോ കണ്ടിട്ട് നീ പെട്ടുപോകണ്ട. എന്നിട്ട് മനുഷ്യനെ വിളിച്ച് ഉപദേശിക്കുകയാണ് 5 നേരം പള്ളിയിൽ നിന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. മനുഷ്യ, നിന്റെ ജീവിതത്തിൽ നീ ഏറ്റവും മുറുകെ പിടിക്കേണ്ടത് നിന്റെ ഈമാനാണ്. ഈമാനിന് കേടുവേണ്ടി വരുന്നൊരു പ്രവർത്തനവും ജീവിതത്തിൽ ചെയ്തേക്കരുത്. ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നൊരു പ്രവർത്തനത്തിനും തുനിഞ്ഞേക്കരുത്. ആലിമീങ്ങളെ ചീത്ത വിളിക്കുക എന്നത് ഈമാൻ നഷ്ടപ്പെട്ടു പോകാൻ കാരണമാണ്. ആലിമീങ്ങളെ മാംസം നഞ്ഞാണ്. അതുകൊണ്ട് നീ ആലിമീങ്ങളെ ചീത്ത വിളിക്കണ്ട, ആലിമീങ്ങളെ നിസാരപ്പെടുത്തണ്ട, മുതഅല്ലിമീങ്ങളെ കുറവാക്കി കാണണ്ട. പ്രത്യക്ഷത്തിൽ നോക്കിയാൽ മുതഅല്ലിമീങ്ങൾ അവരെ കയ്യിൽ ചിലപ്പോൾ പണമില്ലാത്തവരാകാം. പ്രത്യക്ഷത്തിൽ നിങ്ങൾ നോക്കിയാൽ ഭൗതികപരമായി ചിലപ്പോൾ അവർ പിറകിലായിരിക്കാം. അവർ ചിലപ്പോൾ ചെറിയ വീടുകളിൽ ജീവിക്കുന്നവരായിരിക്കാം. ചിലപ്പോൾ ദുന്യവിയായ വിഷയത്തിൽ അവർ പിറകിലായിരിക്കാം. പക്ഷേ അവരെ റബ്ബിന്റെ മാലാക്കമാരുടെ ചിറകിന്റെ അടിയിൽ അതേ സന്തോഷപൂർവ്വം ജീവിക്കുന്നവരാണ്. ഇൽമിന്റെ അഹ്ലുകാരൻ അശ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. മുതഅല്ലിമീങ്ങൾക്ക്, ഇൽമ തേടുന്നവർക്ക് മലക്കുകൾ തന്നെ ചിറക് വിരിച്ചു കൊടുക്കുമെന്നാണ് അശ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നീ ഒരിക്കലും കിബറനായി പോകണ്ട. നീ എപ്പോഴും താഴ്മയോടെ ജീവിച്ച് അല്ലാഹുവിൽ പൂർണ്ണമായ വിശ്വാസം നിനക്കുണ്ടാകണം. അതുകൊണ്ട് മാത്രം പോരാ, അല്ലാഹുവിൽ വിശ്വാസമുണ്ട്, റസൂലുള്ളാഹിനെ വിശ്വസിക്കുന്നില്ല, അത്തരം ധിക്കാരികളെ കൂട്ടത്തിലും പെട്ടുകൂടാ. ഇത് വെറും നാട്ടിൽ SSFന്റെയോ SYSന്റെയോ മഹലിന്റെയോ കീഴിൽ വേലർക്കും മാത്രം പറഞ്ഞു തരുന്നതല്ല. ദിവസവും 5 നേരം നമുക്ക് പള്ളിയിൽ നിന്ന് പറഞ്ഞു തരുന്ന വേല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. റസൂലുള്ളാഹിനെ അംഗീകരിക്കാതെ ഈമാൻ പൂർത്തിയാകൂല. റസൂലുള്ളാഹിനെ ഇകഴ്ത്തിയിട്ട് ഈമാൻ പൂർത്തിയാകൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തരം താഴ്ത്തി കെട്ടിയിട്ട് സ്വർഗത്തിൽ സന്തോഷത്തോടെ കടക്കാമെന്ന ധാരണ മനസ്സിൽ വേണ്ട. എന്താണ് കാരണം? സ്വർഗത്തിന് ഒരുപാട് കവാടങ്ങളുണ്ട്. ആ കവാടങ്ങളിലെല്ലാം
എഴുതി വെച്ചിരിക്കുന്ന നാമം അല്ലാഹ്. 1 2 മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതില്ലാത്തൊരൊറ്റ കവാടവും സ്വർഗത്തിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനം അംഗീകരിക്കാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദരവ് അംഗീകരിക്കാതെ സ്വർഗത്തിൽ കടന്നു കളയാമെന്ന് തെറ്റിദ്ധരിക്കരുത്. എത്രത്തോളം അർശിന്റെ അടുക്കൽ വരെ എഴുതപ്പെട്ടിട്ടില്ലേ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര്. അതുകൊണ്ടല്ലേ അമ്പിയാക്കളിൽ ചിലര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വെച്ചിട്ട് ശഫാഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തിയിട്ട് അല്ലാഹുവോട് പ്രാർത്ഥന നടത്തി എന്ന് കിതാബിന്റെ ഗ്രന്ഥങ്ങളിൽ നമ്മൾ കാണുന്നില്ലേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത ആദരവാണ്. അത് അംഗീകരിക്കാതെ ഈമാൻ പൂർത്തിയാകൂല. അതെല്ലാ ദിവസവും ഓർമ്മിപ്പിക്കുകയാണ്. നീ പുത്തമ്പാനികളുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത്. വലിയ വയലാണ്. എല്ലാ ദിവസവും 5 നേരം നമ്മളോട് പറയുന്ന വയല്. പുത്തമ്പാനികളുടെ സദസ്സിൽ നീ പോയിരിക്കരുത്. എന്താണ് കാരണം? അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അവൻ റസൂലുള്ളാഹിന്റെ ബഹുമാനം അംഗീകരിക്കുന്നില്ല. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാധാരണക്കാരനാക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറും ഒരു സാധാരണക്കാരനാണെന്ന് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അംബിയാ മുർസലീങ്ങളുടെയും ശരീരം, ശറഫാക്കപ്പെട്ട ശരീരം മണ്ണ് തിന്നു എന്ന് പച്ചയായി എഴുതി വെക്കുന്നതിന് മടിയില്ലാത്ത പുത്തൻവാദികളെ സദസ്സിൽ പോയിരുന്നു. ഈമാൻ കളയരുതേ ഉമ്മമാരേ. സദസ്സിൽ മാത്രല്ല, ചിലപ്പോ പുത്തൻവാദികൾ നമ്മളെ ഈമാൻ കളയാൻ വേണ്ടി സീഡിയുമായിട്ട് ചിലപ്പോ വീട്ടിൽ വരും. എന്നാ അവിടെ വെച്ചിട്ട് വീട്ടിൽ വെച്ചിട്ട് കേൾക്കാൻ പറ്റുമോ? പറ്റൂല. എന്താ കാരണം? നമ്മൾ വിവരമില്ലാത്തവരാണ്. വിവരമില്ലാത്ത നമ്മളെ അവർ പതിയെ വഞ്ചിച്ചേക്കും. അതുകൊണ്ട് തന്നെ പുത്തൻവാദികളെ മജ്‌ലിസിൽ പോയി ഇരിക്കുന്നതിനെ കുറിച്ച് ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാരെ പറഞ്ഞു, അത് ഹറാമാണ്, ഒരിക്കലും ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല. എല്ലാ ദിവസവും നമ്മളോട് പറയുന്ന വാളാണ് അള്ളാഹുവിനെ അംഗീകരിക്കണം, അവന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കണം. പിന്നെയോ ഹയ്യാലസ്സലാഹ്, നിസ്കാരത്തിന്റെ വഴിയിൽ വരണം. വിജയത്തിന് ആവശ്യമായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ കൊണ്ടുവരേണ്ട സർവ്വകാര്യങ്ങളും അവൻ ജീവിതത്തിൽ കൊണ്ടുവരണം. ഹയ്യാലുൽ ഫലാഹ്, പരിശുദ്ധ ഖുർആൻ പതിയെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ദഅവത്ത് നടത്തുകയല്ലേ എല്ലാ ദിവസവും? ഇതല്ലേ ഏറ്റവും വലിയ ദഅവത്ത്? ഇതല്ലേ ഏറ്റവും വലിയ ദഅവത്ത്? അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞത്, അവിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ എത്തിയാൽ ഞങ്ങൾക്ക് ദഅവത്ത് എത്തിയിട്ടില്ല എന്ന് പറയാൻ അവർക്ക് വകയില്ല. എന്താ കാരണം? ലോകത്തിന്റെ ഏത് ഭാഗത്താ ബാങ്കില്ലാത്തത്? ലോകത്തിന്റെ ഏത് ദിക്കിലാ ബാങ്കില്ലാത്തത്? ബാങ്കിനെ കുറിച്ച് അറിയാത്തവരാരാ ഉള്ളത്? എല്ലാവർക്കും അറിയാം. അത് ഏറ്റവും വലിയ ദഅവത്താണ് ബാങ്ക് വിളി. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്കുള്ള വിളിയാണ്, വിജയത്തിലേക്കുള്ള വിളിയാണ്. ആ ദഅവത്തിലേക്ക് വിളിക്കുമ്പോൾ ഉമ്മമാരേ, നമ്മുടെ വീടുകളിൽ കിടന്നുറങ്ങുന്ന ഭർത്താവിനെ തട്ടി വിളിച്ചിട്ട് സ്വബഹിന്റെ സമയത്ത് ജമാഅത്തിന് പള്ളിയിലേക്ക് പോകാനെന്ന് പറയണേ. ജീവിതത്തിൽ ജമാഅത്തിന് പ്രാധാന്യം കൊടുക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം. ജീവിതത്തിൽ മക്കളോട് ജമാഅത്തിന് പോകാൻ വേണ്ടി പറഞ്ഞു കൊടുക്കണം. അത് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിതം കൊണ്ട് നമുക്ക് കാണിച്ചു തന്നതാണ്. അവസാന നിമിഷം അവിടുന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത സമയമെത്തിയപ്പോൾ പോലും ജമാഅത്ത് കൈയൊഴിഞ്ഞിട്ടില്ല. സഹാബത്തിന്റെ തോളിൽ കൈയേറ്റിയിട്ട് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന മുനവ്വറയിലെ പള്ളിയിലേക്ക് കുത്തി നടന്നുകൊണ്ട് ജമാഅത്തിന് പങ്കെടുത്തു എന്ന് ചരിത്രം പറഞ്ഞെങ്കിൽ, ഓ എന്റെ ചെറുപ്പക്കാരായ കൂട്ടുകാരെ, ആരോഗ്യമുള്ള സമയത്ത് ജമാഅത്തിന് പങ്കെടുത്തു, ആരോഗ്യമില്ലാത്ത സമയത്ത് പള്ളിയിൽ പോകാൻ കഴിഞ്ഞില്ലെങ്കിലും
ആരോഗ്യമില്ലാതെ കിടന്നുപോയാലും നിങ്ങൾക്ക് ജമാഅത്തിന് പങ്കെടുത്ത് കൂലി കിട്ടാൻ അത് കാരണമാണ് കേട്ടോ. ആരോഗ്യമുള്ള സമയത്ത് അതേ നമ്മൾ അള്ളാഹുവിനെ ആരാധന എടുക്കുന്നവരാകണം. ഏറ്റവും വലിയ അമാനത്ത് റബ്ബിനോടുള്ള അമാനത്തല്ലേ. ആ അമാനത്ത് പൂർത്തിയാക്കി വീട്ടുന്ന ഒരു മുഅ്മിനായ മനുഷ്യൻ, ആ മനുഷ്യന് 3 ഇനം അമാനത്തുകളും പൂർത്തിയാക്കി വീട്ടാൻ കഴിയുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഒറ്റ അമാനത്ത് കൊണ്ട് തന്നെ പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ് ഇമാം റാസി റളിയല്ലാഹു പറയുന്നത്. അതേതാണ് 3 ഇനം അമാനത്ത്? ഒന്ന്, അമാനത്തുൽ അബ്ദി മഅ റബ്ബിഹി, അവന്റെ റബ്ബിനോട് അടിമക്കുള്ള അമാനത്ത്. അതെന്താണ്? ജീവിതത്തിൽ കൈയൊഴിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ കൈയൊഴിക്കണം. അത് സ്വകാര്യമാകട്ടെ, ആരും കാണുന്നതാകട്ടെ കാണാത്തതാകട്ടെ, ആര് കണ്ടില്ലെങ്കിലും കാണുന്നൊരു രാജാവുണ്ടെന്ന ബോധത്തോടെ കൈയൊഴിക്കുന്നവനാകണം. ഏറ്റവും വലിയ അമാനത്ത്. ഈ അമാനത്ത് പൂർത്തിയാക്കി വീട്ടുന്ന മനുഷ്യന് അമാനത്തുൽ അബ്ദി മഅന്നാസ്, ജനങ്ങളോടുള്ള അമാനത്ത് പൂർത്തിയാക്കി വീട്ടാതിരിക്കാൻ കഴിയൂല. എന്താണ് കാരണം? അള്ളാനെ ഭയപ്പെടുന്നൊരു മുഅ്മിനായ മനുഷ്യന് അന്യന്റെ സമ്പത്ത് കട്ടെടുക്കാൻ കഴിയൂല, മറ്റുള്ളവനെ വഞ്ചിക്കാൻ കഴിയൂല. അമാനത്തിന്റെ എതിരല്ലേ വഞ്ചന എന്ന് പറയുന്നത്. അമാനത്ത് ഈമാനുള്ള മുഅ്മിനീങ്ങൾക്ക് വഞ്ചിക്കാൻ കഴിയൂല. അതല്ലേ ഞാൻ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച ഹദീസ്, ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു. അമാനത്തില്ലാതെ ചതിയന്മാരെ കൂട്ടത്തിൽ പെട്ടുപോകുന്നവനാണോ, ചതിയന്മാരെ കൂട്ടത്തിൽ പെട്ടവനാണോ, അവർക്ക് ഈമാൻ തന്നെ ഇല്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. 3ാമത്തെ അമാനത്ത് എന്താണ്? അവന്റെ സ്വന്തം ശരീരത്തോട് അവൻ ചെയ്തു കൊടുക്കേണ്ട അമാനത്താണ്, സ്വന്തം ശരീരത്തിനോട് ചെയ്യേണ്ട അമാനത്താണ്. ഈ 3 അമാനത്തും ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഏറ്റവും വലിയ അമാനത്തായ ലോകസിട്ടാവായ റബ്ബ്, ആ റബ്ബ് നമ്മളെ കയ്യിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്തെടുക്കുന്ന മുഅ്മിനായ മനുഷ്യന് കൈവയ്ക്കാൻ കഴിയൂല. وَإِذْ أَخَذَ رَبُّكَ مِنْ بَنِي آدَمَ مِنْ ظُهُورِهِمْ ذُرِّيَّتَهُمْ وَأَشْهَدَهُمْ പരിശുദ്ധ ഖുർആൻ പറയുന്ന ലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബികും ഖാലൂ ബലാ ശഹിദ്നാ. അവരെ നമ്മൾ ആദം നബി അലൈഹിസ്സലാമിന്റെ മുതുകിൽ നിന്ന് ഇറക്കുന്നതിന്റെ മുമ്പ് സർവ്വ റൂഹുകളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് നമ്മൾ ചോദിച്ചു, അലസ്തു ബിറബ്ബികും, ഞാൻ നിങ്ങളെ റബ്ബല്ലയോ, ഞാൻ നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന രാജാവായ റബ്ബല്ലയോ? മറുപടി, ഖാലൂ ബലാ ശഹിദ്നാ, ഞങ്ങളതിന് സാക്ഷിയാണ് അല്ലാഹ്. അതേ അവരെങ്ങനെ പറഞ്ഞു. പക്ഷേ പരിശുദ്ധ ഖുർആൻ പറയുന്നു, അൻതഖൂലൂ യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. ഈ അമാനത്തിനെ കുറിച്ച് മറന്നു പോകുന്ന മനുഷ്യൻ, ഈ അമാനത്തിനെ കുറിച്ച് ബോധമില്ലാത്ത മനുഷ്യൻ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ അവന്റെ ഗഫലത്തിനെ കുറിച്ച് ഓർത്ത് കരയും. അവൻ റബ്ബിന്റെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങിയ അമാനത്ത് നഷ്ടപ്പെടുത്തിയവനാണ്. അവൻ റബ്ബിനോട് പറഞ്ഞ വാക്ക് കൈയൊഴിച്ചവനാണ്. അത്തരം ആളുകളെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. വഹമലൽ ഇൻസാൻ ഇന്നഹു കാന ളലൂമൻ ജഹൂലാ. ആ മഹത്തായ ആശയം അറിയുകയും അത് പഠിക്കുകയും ചെയ്തു. അലസ്തു ബിറബ്ബിക്കും എന്ന് ചോദിച്ചു എന്നും ഖാലൂ ബലാ ശഹിദ്നാ, നിങ്ങളതിന് സാക്ഷിയാണെന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തു. എന്നിട്ടും അല്ലാഹനെ മറന്ന് ജീവിച്ച മനുഷ്യൻ, അവരെക്കാൾ പരാജിതനായ മറ്റാരുണ്ട്? അതുകൊണ്ട് തന്നെ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളോട് ഞാൻ പറയുന്നു, അല്ലാഹുവിനോടുള്ള അമാനത്ത് പൂർത്തിയാക്കി വിട്ടുന്നവരാകണം നമ്മൾ. ആ അമാനത്തിന്റെ ഭാഗം തന്നെയാണ്, ആ അമാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ്
പരിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്നു, ഒരു മനുഷ്യനോടുള്ള അമാനത്താണ് അവന്റെ വീട്ടിലേക്ക് കയറുമ്പോൾ അവന്റെ സമ്മതം കൂടാതെ പ്രവേശിക്കാൻ പാടില്ല. ഇപ്പൊ നമ്മള് പലരും കണ്ടാൽ ആദ്യം തന്നെ അഭിവാദ്യം ചെയ്യുന്നത് ഹയ്യത്തും സബാഹൻ അല്ലെങ്കിൽ ഹയ്യത്തും മസാഅൻ, ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിംഗ് ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ ആളുകളെല്ലാരെയും കണ്ടുമുട്ടുന്നത്. സലാം പറയാൻ പലപ്പോഴും പലർക്കും മടിയാണ്. സ്വന്തം ഭാര്യനോട് സലാം പറയാൻ മടിയാണ്. ഭാര്യമാരോട് സലാം പറയണം വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ. ഉമ്മനോട് സലാം പറഞ്ഞിട്ട് കയറി ചെല്ലണം വീട്ടിലേക്ക്. അതല്ലേ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. പരിശുദ്ധ ഖുർആൻ ഏറ്റവും വലിയൊരു അമാനത്തായി എണ്ണിയൊരു കാര്യമാണ്. നമ്മൾ മറ്റുള്ളവരുടെ വീട്ടിലേക്ക് കയറുമ്പോ സമ്മതം ചോദിക്കാതെ നമ്മൾ മറ്റുള്ള അന്യന്റെ വീട്ടിലേക്ക് കടക്കാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ വളരെ വിശദമായി പറഞ്ഞൊരു കാര്യമാണ്. ഞാനിപ്പത് വിശദീകരിക്കുന്നില്ല. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ വിളിച്ചിട്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നില്ല, തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ ദാലികും ഖൈറുൽ ലക്കും ലഅല്ലകും തദക്കറൂൻ. വലിയ അഭിമാനമാണല്ലോ എല്ലാവർക്കും. ഗുഡ് നൈറ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഉറങ്ങാൻ പോകുമ്പോ അതെല്ലാവർക്കും വലിയ ബഹുമാനമാണ്. ഓൻ ഇംഗ്ലീഷ് അറിയാം, അതാണ് വലിയ ബഹുമാനം. എന്നാൽ അതാണ് ഏറ്റവും പഴഞ്ചൻ. ജാഹിലിയ കാലഘട്ടത്തിലുള്ള ആളുകൾ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾ അന്യന്റെ വീട്ടിലേക്ക് കയറുന്നതിന്റെ മുമ്പ് വതുസല്ലിമു അലാ അഹ്ലിഹാ, നിങ്ങൾ അവരോട് സലാം പറഞ്ഞ് അവരെ സമ്മതം കിട്ടിയിട്ട് കയറണം എന്ന് പറയുന്നതിന്റെ മുമ്പ് ജാഹിലിയ കാലത്ത് ജീവിച്ചിരുന്ന ആളുകൾ ഉപയോഗിച്ച പദമാണ് ഹയ്യത്തും മസാഅൻ, ഹയ്യത്തും സബാഹൻ എന്ന പ്രയോഗം. ഗുഡ് മോർണിംഗ്. അത് മുമ്പ് കാലത്തുള്ളതാണ്. അതാണ് ഏറ്റവും പഴഞ്ചനായതിന്റെ പേരിലാണ് സലാം ഒഴിവാക്കുന്നതെങ്കിൽ, സലാം പറഞ്ഞതുകൊണ്ട് പഴഞ്ചനായി പോകുമെന്ന് മേടിച്ചിട്ടാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അതിനേക്കാളും പഴഞ്ചനാണ് നിങ്ങൾ പറയുന്ന ഗുഡ് മോർണിംഗ്. അതിന്റെ പേരിൽ നമ്മൾ സലാം കൈവയ്ക്കുന്നവരാകരുത്. സലാം പറഞ്ഞാൽ അത് മടക്കുക എന്നത് വലിയൊരു അമാനത്താണ്. പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നു, നിങ്ങൾ അന്യന്റെ വീട്ടിലേക്ക് കടക്കുമ്പോൾ നിങ്ങളവരെ സമ്മതം ചോദിക്കാതെ നിങ്ങളവരെ വീട്ടിലേക്ക് കടക്കരുത്. ദാലികും ഖൈറുൽ ലക്കും ലഅല്ലകും തദക്കറൂൻ. നിങ്ങൾ ഉത്ബുദ്ധരാകണം, ബുദ്ധിയുള്ളവരാകണം, ചിന്തിക്കുന്നവരാകണം. അത്തരം ആളുകളായാൽ അത് ഖൈറാണ് കേട്ടോ. അത് മനസ്സിലാക്കാൻ പിന്നെ കുറെ ചിന്തിക്കേണ്ടത് വരൂല. സലാം പറഞ്ഞിട്ടല്ലാതെ നിങ്ങൾ അന്യന്റെ വീട്ടിലേക്ക് കടക്കരുത്. ഈ ആയത്തിറങ്ങിയതിനെ കുറിച്ച് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറഞ്ഞു. അതേ അൻസാരികളെ കൂട്ടത്തിൽപ്പെട്ടൊരു പെണ്ണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, നമ്മള് വീട്ടിലുള്ള സമയത്ത് ചിലപ്പോൾ ബാപ്പയും മക്കളുമൊക്കെ വീട്ടിന്റെ അകത്തേക്ക് നമ്മുടെ റൂമുകളിലേക്ക് സമ്മതമില്ലാതെ കയറി വരുന്നു നബിയേ. ഞങ്ങളാകട്ടെ ആ സമയത്ത് അവര് ഞങ്ങൾ ആ വേഷത്തിലും ഞങ്ങളുള്ള രൂപത്തിലും കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇതിനൊരു പ്രതിവിധി ഉണ്ടാക്കി തരണം. ഞങ്ങൾ അതിനെന്താ ചെയ്യേണ്ടത് എന്ന് അൻസാരികളെ കൂട്ടത്തിൽപ്പെട്ടൊരു പെണ്ണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ ഈ ആയത്ത് ഇറങ്ങിയെന്നാണ് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നത്. ചില പണ്ഡിതന്മാര് പറഞ്ഞു, അല്ല, ബഹുമാനപ്പെട്ട സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരു കുട്ടിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയച്ചപ്പോൾ ആ കുട്ടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കുട്ടി കാണാൻ ഇഷ്ടപ്പെടാത്തൊരു വേഷവിധാനത്തിലുള്ള സമയത്ത് വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് അത് വേദനയുണ്ടാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് വിവരം പറഞ്ഞപ്പോൾ ഈ രണ്ട് സംഭവം നടന്നപ്പോഴാണ് പരിശുദ്ധ ഖുർആനിൽ ഈ ആയത്തിറങ്ങിയത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ
തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ. ആ വീട്ടുകാരോട് സമ്മതം ചോദിച്ചിട്ടല്ലാതെ നിങ്ങൾ അവരെ വീട്ടിലേക്ക് കയറാൻ പാടില്ല. ഫഇല്ലം തജിദൂ ഫീഹാ അഹദൻ, നിങ്ങൾക്കൊരാളെയും അവിടെ കിട്ടിയില്ല, ഒരാളും നിങ്ങൾക്ക് മറുപടി തന്നില്ല, അല്ലെങ്കിൽ അവിടെ ഒരാളുമില്ല, എന്നാ ഫലാ തദ്ഖുലൂഹാ ഹത്താ യുഅ്ദന ലക്കും, നിങ്ങൾക്ക് സമ്മതം കിട്ടുന്നത് വരെ നിങ്ങൾ അവരെ വീട്ടിലേക്ക് കയറിയേക്കല്ല. വഇൻ ഖീല ലക്കും, ഇനി അല്ല നിങ്ങളോട് പറഞ്ഞത് ഇർജിഊ, മടങ്ങിപ്പോയിക്കോളൂ, ഇപ്പൊ നിങ്ങളെ വീട്ടിൽ കയറാൻ പറ്റുന്നൊരവസ്ഥയിലല്ല ഞാനുള്ളത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു ഇർജിഊ എന്ന് നിങ്ങളോട് പറയപ്പെട്ടാൽ ഫർജിഊ, നിങ്ങൾ മടങ്ങിപ്പോകണം. ഹുവ അസ്കാ ലക്കും, അത് നിങ്ങളുടെ ചാരിത്ര ശുദ്ധിക്ക് ഏറ്റവും നല്ലതാണ്. നിങ്ങളോട് ഇപ്പോൾ കയറാൻ പറ്റില്ല, തിരിഞ്ഞു പോകണം, മറ്റൊരു സമയത്ത് വിളിക്കണം, അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് വരണമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാനുള്ള സന്മനസ് വേണം. അതല്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതേ സഹാബിയുടെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോ, ഏത് സഹാബിയാണ്? ഖൈസ് ബിൻ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ട് വീട്ടിന്റെ പടിവാതിക്കലിൽ നിന്നു. വീട്ടിന്റെ പടിവാതിക്കലിൽ നിൽക്കുമ്പോ എങ്ങനെയാ നിൽക്കേണ്ടത്? വീട്ടിന്റെ വാതിൽ തുറക്കുന്നത് പെണ്ണാണെങ്കിൽ ആ പെണ്ണിനെ കാണാൻ വേണ്ടി ആ പെണ്ണ് വാതിൽ തുറക്കുന്ന ഭാഗത്തേക്ക് നോക്കിയിട്ടല്ല നിൽക്കേണ്ടത്. ഒന്നിരിക്കെ നിങ്ങൾ വലത്തോട്ടേക്ക് ചെരിഞ്ഞു നിൽക്കണം, അല്ലെങ്കിൽ ഇടത്തോട്ടേക്ക് ചെരിഞ്ഞു നിൽക്കണം. വാതിൽ കതക് തുറക്കുമ്പോൾ നമ്മൾ അവരെ കാണാത്ത രൂപത്തിൽ നിൽക്കണം. എന്നിട്ട് നിങ്ങൾ അവരോട് സമ്മതം ചോദിക്കണം. എന്നിട്ടേ നിങ്ങൾ വീട്ടിലേക്ക് കയറാവൂ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. അത് ഏത് വീട്ടിലാ മുസ്ലിയാരെ? അയൽവാസികളെ വീട്ടിലൊക്കെ അത് വേണോ? നമ്മളെ തൊട്ടടുത്തുള്ള വീടാണ്, ഒരു മതിലും കൂടിയില്ല ഞങ്ങളുടെ വീടിന്റെ അവരെ വീട്ടിന്റെയും ഇടയിൽ. എന്നാൽ ആ വീട്ടിലേക്ക് പോകുമ്പോ ഒക്കെ സമ്മതം ചോദിക്കണോ? എത്ര അയൽവാസിയാണെങ്കിലും അയൽവാസിയുടെ വീട്ടിലാണെങ്കിലും കയറാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. സമ്മതം കൂടിയിട്ടേ കയറാൻ പറ്റൂ. എന്നാൽ അവിടെ ഒരു അന്യ സ്ത്രീ മാത്രമേ ഉള്ളൂ, എന്നാ പോവാൻ പറ്റുമോ? അയൽവാസിയാണെന്ന് പറഞ്ഞിട്ട് കയറി ചെല്ലാൻ പറ്റൂല. അയൽവാസികളായ സ്ത്രീകളെ കാണല് ഹലാലാണ് എന്ന് തെറ്റിദ്ധരിച്ചു. അയൽവാസികൾക്ക് ഇസ്ലാം വലിയ ബഹുമാനം നൽകിയിട്ടുണ്ട്, ഇല്ലാതെ ഞാൻ പറയുന്നില്ല. എത്രത്തോളം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഞാൻ ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് കൽപ്പിക്കുമോ എന്ന് ഭയപ്പെടുന്നു, അവർക്ക് സ്വത്തും കൂടി കൊടുക്കണമെന്ന് പറയുമോ എന്ന് വരെ ഞാൻ ഭയപ്പെട്ടുപോയി. ആദരക്ക് അയൽവാസികൾക്ക് ഇസ്ലാം വലിയ ബഹുമാനം കൽപ്പിച്ചിട്ടുണ്ട്. അയൽവാസികൾക്ക് വലിയ ബഹുമാനം കൊടുക്കണം. പക്ഷേ അയൽവാസികൾക്ക് ബഹുമാനം കൊടുക്കണമെന്ന് മനസ്സിലാക്കിയിട്ട് അയൽവാസിയുടെ വീട്ടിലുള്ള നിങ്ങളെ സുഹൃത്തിന്റെ ഭാര്യനെ കാണാൻ നിങ്ങൾക്ക് പറ്റൂല. അതുപോലെ സ്ത്രീകൾക്ക് അയൽവാസിയായ പുരുഷനെയും കാണാൻ പറ്റൂല. എത്രത്തോളം സ്വന്തം ജേട്ടന്റെ ഭാര്യനെ തന്നെ കാണാൻ പറ്റൂല, പിന്നെയല്ലേ അയൽവാസിന്റെ ഭാര്യ? എങ്ങനെ സ്വന്തം ജേട്ടന്റെ ഭാര്യനെ കാണാൻ പറ്റൂല? ഇസ്ലാം അനുവദിച്ചിട്ടില്ല. സ്വന്തം അനുജന്റെ ഭാര്യനെ കാണാൻ പറ്റൂല. അതുപോലെ ഉമ്മയുടെ ആങ്ങളയുടെ ഭാര്യയെ കാണാൻ പറ്റൂല. ഉമ്മയുടെ ആങ്ങളയുടെ മക്കളെ കാണാൻ പറ്റൂല, പെൺകുട്ടികളെ. അതുപോലെ നമ്മൾ മനസ്സിലാക്കണം, ചില ആളുകൾ മനസ്സിലാക്കിയത് ഭാര്യന്റെ ഉമ്മനെ പുതിയാപ്പിളക്ക് കാണാം. ശരിക്കും മനസ്സിലാക്കണം, ഭാര്യന്റെ ഉമ്മനെ പുതിയാപ്പിളക്ക് കാണാം. പക്ഷേ ഭർത്താവിന്റെ ബാപ്പക്ക് ഭാര്യന്റെ ഉമ്മനെ കാണാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. പലപ്പോഴും പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളാണ്. എന്റെ ഭാര്യയുടെ ഉമ്മയെ എന്റെ ബാപ്പക്ക് കാണാൻ പറ്റൂല, അങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും ഇസ്ലാം അനുവദിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് അതില്ലെങ്കിൽ വലിയ മോശമല്ലേ മൊയ്ലിയാരെന്നാ ചിലർ ചോദിക്കുന്നത്. ചിലര് അത് വലിയൊരു മോശമായിട്ടാ കാണുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാം അങ്ങനെയല്ല. ഇസ്ലാമിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ,
മനുഷ്യന്റെ സ്വഭാവത്തെക്കുറിച്ചും മനുഷ്യന്റെ ശാരീരിക പ്രകൃതിയെക്കുറിച്ചും എല്ലാം അറിയുന്ന റബ്ബിന്റെ ദീനാണ്. ആ റബ്ബിന്റെ കൽപ്പനയാണ് നമുക്ക് അനുവദനീയമല്ല. അതേ സ്ഥാനത്ത് പുതിയാപ്പിളക്ക് ഭാര്യന്റെ ഉമ്മനെ കാണാന്ന് മാത്രമല്ല, പുതിയാപ്പിളക്ക് ഭാര്യന്റെ ഉമ്മനെ കല്യാണം കഴിക്കാൻ പറ്റൂല. ഭാര്യന്റെ ഉമ്മനെ കല്യാണം കഴിക്കാൻ പറ്റൂല. എന്നാൽ ഈ പുതിയാപ്പിളന്റെ വാപ്പക്ക് ഈ പെൺകുട്ടിയുടെ ഉമ്മയെ കല്യാണം കഴിക്കാം. അങ്ങനെയാ മസാല. എന്താ കാരണം? അവര് കാണാൻ പറ്റൂല. പക്ഷെ നമ്മുടെ നാടുകളിൽ ഇപ്പോ പെണ്ണ് കാണാൻ പോകുമ്പോ പുതിയുണ്ണിയെ കാണാൻ വേണ്ടി ബാപ്പനെയും കൂട്ടി പോകുന്ന ചില ആളുകൾ ഇവിടെ ഒന്നും ഉണ്ടാകൂല എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെ? ഇവന്റെ പെണ്ണല്ല, ഇവൻ നിക്കാഹ് ചെയ്തിട്ടില്ല, നിക്കാഹ് നടക്കാൻ പോകുന്നേയുള്ളൂ. അതിന്റെ മുമ്പ് പെണ്ണ് കാണല് പുതിയാപ്പിളയാകുന്ന ആൾക്ക് കാണാൻ പോകൽ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, പെണ്ണ് കാണല് സുന്നത്തുമാണ്. വലിയ കൂലിയുള്ള കാര്യം ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, സുന്നത്താണ്. പക്ഷേ അത് കൂട്ടുകാരനക്ക് ഇവൻ കെട്ടാൻ പോകുന്ന പെണ്ണിനെ കാണാൻ പറ്റുമോ? അത് പറ്റൂല. കൂട്ടുകാരന് കാണാൻ പറ്റൂല. സ്വന്തം ബാപ്പക്ക് കാണാൻ പറ്റുമോ? പറ്റൂല. ഇനി പോകട്ടെ, ഇവനിക്ക് തന്നെ കാണാൻ പറ്റുമോ? പിന്നെ ഇവൻ കണ്ടു തിരിച്ചു പോന്നു. പിന്നെ പിറ്റേ ദിവസം ഇവിടെ പോകുന്ന കോളേജ് അന്വേഷിച്ചിട്ട് ഇവനിക്ക് പോകാൻ പറ്റുമോ? പറ്റൂല. പിന്നെ എങ്ങനെ ഭാര്യ ഈ പുതിയാപ്പിളിന്റെ ബാപ്പക്ക് ഈ പെൺകുട്ടിയെ കാണൽ ഇസ്ലാം അനുവദിച്ചു എന്ന് തെറ്റിദ്ധാരണ ഉണ്ടാകല്? ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ഞാനിപ്പോ അതിലേക്കൊന്നും വിശദമായി കടക്കുന്നില്ല. അമാനത്ത് വേണം. പുതിയാപ്പിളമാരെ അമാനത്താണ്. ഒന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. പുതിയാപ്പിളനെ ഭാര്യന്റെ ഉമ്മക്ക് നിക്കാഹ് കഴിയുന്നതിന്റെ മുമ്പ് കാണാൻ പറ്റൂല. പുതിയാപ്പിള ആകാൻ പോകുന്ന ആളാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പുതിയാപ്പിള ആകുന്നതിന്റെ മുമ്പ് തന്നെ ഭാര്യന്റെ ഉമ്മക്ക് കാണാൻ പറ്റുമോ? പറ്റൂല. നിക്കാഹ് കഴിഞ്ഞാൽ കാണാം. നിക്കാഹ് കഴിഞ്ഞാൽ ഭാര്യന്റെ ഉമ്മക്ക് പുതിയാപ്പിള കാണുന്നതിന് തൊടുന്നതിനൊന്നും വിരോധമില്ല. പക്ഷെ നിക്കാഹ് കഴിയുന്നതിന്റെ മുമ്പ് ഭാര്യന്റെ ഉമ്മനെ കാണല് സുന്നത്തുമില്ല, ഹലാലുമില്ല. ഭാര്യനെ കാണല് സുന്നത്തുണ്ട്, പക്ഷേ ഭാര്യന്റെ ഉമ്മനെ കാണല് സുന്നത്തില്ല എന്ന് മാത്രമല്ല, ഹലാലും അല്ല. ഇടക്കൊന്ന് ഓർമ്മ വന്നപ്പോ പറഞ്ഞു എന്ന് മാത്രം. എന്റെ ഈമാനുള്ള മോമിനീങ്ങളെ, അയൽവാസിയുടെ വീട്ടിലേക്കും നമ്മൾ സമ്മതമില്ലാതെ കയറരുത്. ഒരാളുടെ വീട്ടിലേക്കും സമ്മതമില്ലാതെ കയറരുത്. സുഹൃത്തിന്റെ ഉമ്മയെ കാണൽ അനുവദനീയമല്ല. അങ്ങനെ തെറ്റിദ്ധാരണയുള്ളവരുണ്ട്. ഓനെന്റെ സുഹൃത്തല്ലേ, ഓന്റെ ഉമ്മയല്ലേ എന്ന് മനസ്സിലാക്കിയിട്ട് കാണാൻ പറ്റൂല. അത്തരം സുഹൃത്തുക്കളെ വീട്ടിലാണെങ്കിലും സമ്മതമില്ലാതെ ഇസ്ലാം പ്രവേശിക്കാൻ അനുവാദം കൊടുത്തിട്ടില്ല. അനുവാദം കൊടുത്തില്ലെന്ന് മാത്രമല്ല, ഞാൻ എന്റെ പ്രസംഗം നീട്ടുന്നില്ല, നിർത്തുകയാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് സഅദ് ബിൻ അബീ വഖാസ് ഖൈസ് ബിൻ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ വീട്ടിന്റെ പടിവാതിൽക്കലിൽ വന്നു നിന്നു. അതാ അല്പം ചെരിഞ്ഞു നിന്ന് വാതിലിലേക്ക് നോക്കി നിൽക്കാതെ അവിടുന്ന് പറഞ്ഞു, അസ്സലാമു അലൈക്കും. സലാം പറഞ്ഞപ്പോ ബാപ്പ സഅദ് റളിയല്ലാഹു അൻഹു സലാം മടക്കി, വഅലൈക്കുമുസ്സലാം. പക്ഷെ ശബ്ദത്തിൽ സലാം മടക്കിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സലാം മടക്കിയത് കേട്ടില്ല. എങ്ങനെ കേട്ടില്ല? അവിടെ പിന്നെ കറാമത്തും മുഅ്ജിസത്തും വെച്ചിട്ട് കേട്ടാ മതിയാകൂല. അതേ, അവിടെ കറാമത്തും മുഅ്ജിസത്തും വെച്ചിട്ട് കേട്ടാ മതിയാകൂല. ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. എല്ലാ മേഖലയിലും കറാമത്ത് കയറി വന്നൊരു കാലഘട്ടമാണ്. എല്ലാവർക്കും കറാമത്താണ് ഇപ്പോ. എവിടെ പോയാലും ഒരുപാട് ആളുകൾ കറാമത്ത് കേൾക്കാനേ നേരുള്ളൂ. ചില ശൈഖന്മാരെ കറാമത്താണ് ചില മൗലവിമാരെ സ്റ്റേജ് കയറിയിട്ട് തെറി വിളിക്കാന്നുള്ളത്. ഞാനിപ്പോ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ കയറി തെറി വിളിക്കലാണ് എന്ന് മനസ്സിലാക്കി ചില ആളുകൾ. തെറി വിളിക്കാനുള്ള സ്റ്റേജ് കെട്ടിക്കൊടുക്കുന്ന ഔലിയാക്കൾ അങ്ങനെ ഉണ്ടാവും. അതല്ലല്ലോ ഔലിയാക്കൾ. ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. എന്റെ ഈമാനുള്ള മോമിനീങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട അതേ ഖൈസ് ബിൻ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം പറഞ്ഞപ്പോ വഅലൈക്കുമുസ്സലാം എന്ന് സലാം മടക്കി. പക്ഷേ ബാപ്പ സലാം മടക്കുന്ന സമയത്ത് ശബ്ദത്തിൽ സലാം മടക്കിയില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടതുമില്ല. സാധാരണ കേൾവി കൊണ്ട് കേട്ടില്ല.
വീണ്ടും പറഞ്ഞു അസ്സലാമു അലൈക്കും. സഅദ് റളിയല്ലാഹു അൻഹു സലാം മടക്കി, പക്ഷേ ശബ്ദത്തിൽ മടക്കിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ കേൾവി കൊണ്ട് കേട്ടില്ല. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിന്റെ പടിവാതിക്കലിൽ നിന്ന് മൂന്നാമത് സലാം പറയുന്നു, അസ്സലാമു അലൈക്കും. സലാം മടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ കേൾവി കൊണ്ട് കേട്ടില്ല. ഫറജഅ അൻ-നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്? എന്റെ ശിഷ്യനല്ലേ, തുറക്കടോ വാതില്, എന്താ മിണ്ടാതിരിക്കുന്നത്? എന്റെ ഉസ്താദല്ലേ വന്നത്, എന്നെക്കാളും വലിയൊരു നേതാവുണ്ടനി വരാൻ, എന്നിട്ട് വാതിൽ തുറക്കാതിരിക്കുക. അങ്ങനെ പതയെ ചിന്തിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചുപോയി. തിരിച്ചു പോകുന്നത് കണ്ട സഅദ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്നാലെ ഓടിച്ചെല്ലുന്നു. ഓടിച്ചെന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങ് സലാം പറഞ്ഞ സമയത്തെല്ലാം ഫറദ്ദ സഅദുൻ റദ്ദൻ ഖഫിയ്യാ, ശബ്ദം കുറച്ചിട്ട് ഞാൻ സലാം മടക്കിയിട്ടുണ്ട് നബിയേ. ശബ്ദം കുറച്ച് അങ്ങ് സലാം പറഞ്ഞ സമയത്ത് ഞാൻ സലാം മടക്കിയിട്ടുണ്ട്. പക്ഷേ എന്തിനാണ് ഞാൻ സലാം ശബ്ദം കുറച്ച് മടക്കിയതെന്ന് അങ്ങേക്ക് സംശയമുണ്ടോ? യാ റസൂലല്ലാഹ്, ഇന്നി കുന്തു അസ്മഉ തസ്ലീമക വ അർദ അലൈക റദ്ദൻ ഖഫിയ്യൻ ലിതുക്സിറ അലൈനാ. ആരാണ് ഈ സലാം പറയുന്നത്? ലോകത്തിന്റെ മുഴുവനും പടക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സലാമല്ലേ. ആ സലാം നബി തങ്ങളെ പറയുമ്പോൾ എത്ര സലാം എനിക്ക് അധികരിച്ചു കിട്ടുന്നോ അതിങ്ങനെ അധികരിച്ചധികരിച്ച് വരല് സയ്യിദ് കൊതിച്ചു പോയി. നബിയേ, അങ്ങ് എത്ര കൂടുതൽ സലാം മടക്കുന്നു അത്രയും എന്റെ ജീവിതത്തിൽ എനിക്ക് കാവൽ കിട്ടാനത് കാരണമാണല്ലോ നബിയേ. അതുകൊണ്ടാണ് ഞാൻ ശബ്ദം കുറച്ച് സലാം മടക്കിയത്. പൊറുക്കണേ നബിയേ. ഓ എന്റെ ചെറുപ്പക്കാരെ, ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഅദ് അതേ സലാം മടക്കുന്നു. സലാം പറഞ്ഞപ്പോ സലാം ആവർത്തിച്ച് കിട്ടാൻ വേണ്ടി പതുക്കെ സലാം മടക്കിയിട്ട് ഹബീബായ നബി തങ്ങളുടെ അടുക്കലേക്ക് ചെന്നിട്ട് അങ്ങയുടെ സലാം അധികരിച്ചു കിട്ടാൻ ഞാൻ ആശിക്കുന്നു നബിയേ എന്ന് പറഞ്ഞപ്പോ ഹബീബായ നബി തങ്ങൾക്ക് സഅദ് തങ്ങളോട് കംപ്ലൈന്റ് ഇല്ല. ആ ഒരു സലാം ലോകത്തുള്ള സർവ്വ മുഅ്മിനീങ്ങൾക്കും കിട്ടാൻ അല്ലാഹ് നമുക്ക് തന്ന ഏറ്റവും നല്ല വഴിയാണ് മുഅ്മിനേ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യൂ. നിങ്ങളിൽ വെച്ച് ഏത് സമയത്ത് എപ്പോഴാണെങ്കിലും എന്നോട് നിങ്ങൾ സലാം പറഞ്ഞാൽ ഫർദ് സലാം, ഞാൻ നിങ്ങൾക്ക് ആ സലാം മടക്കുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ആ സലാം അധികരിപ്പിക്കാൻ ജീവിതത്തിൽ സമയം കാണണേ ചെറുപ്പക്കാരെ. ആ സലാം നഷ്ടപ്പെടുത്തുന്ന വിധത്തിൽ സ്വബഹിന്റെ സമയത്ത് കിടന്നുറങ്ങിയിട്ട് അതേ സ്വബഹി ഖളാക്കല്ല. രാത്രിയിൽ കിടക്കുന്ന സമയത്ത് ഫേസ്ബുക്കിലും അതുപോലെ വാട്സപ്പിലും കളിച്ച് നേരം കളഞ്ഞ് സ്വബഹിന്റെ സമയത്ത് പ്രിയപ്പെട്ട ഹബീബിന്റെ ഒരു സലാം കിട്ടേണ്ട അവസരം നഷ്ടപ്പെടുത്തിക്കളയല്ല. സഹാബത്ത് കൊതിച്ചതാ ഹബീബിന്റെ സലാം കിട്ടാനാണ്. സഹാബത്ത് ആഗ്രഹിച്ചതാ ഹബീബിന്റെ സലാം കിട്ടാനാണ്. അവരതിനേതൊക്കെ വഴികളാണ് തേടിയത്. പക്ഷേ നമുക്ക് ആ ഹബീബിനോട് നേരിൽ അവിടുത്തെ ജീവിതകാലത്തൊരു സലാം പറയാൻ അവസരം കിട്ടിയില്ല. പക്ഷേ അവിടുത്തെ അനുയായികളെ സ്നേഹിച്ച നേതാവായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വാഗ്ദത്തം തന്നിരിക്കുന്നു. നിങ്ങൾ മദീനയിലാകണമെന്നില്ല, സൗദി അറേബ്യയിലാകണമെന്നില്ല. അതേ നിങ്ങൾ ഏത് ലോകത്തിന്റെ ഏത് മുക്കിലാണെങ്കിലും, അത് ചന്ദ്രനിലായാലും ഏത് സ്ഥലത്താണെങ്കിലും എന്നോട് നിങ്ങൾ സലാം പറഞ്ഞാൽ ഞാൻ ആ സലാം നിങ്ങൾക്ക് തിരിച്ചു തരും. ഞാനത് കേൾക്കും, ഞാനത് തിരിച്ചു തരുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം